അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അന്ന് കൊലപാതകങ്ങൾ വ്യാപകമാകും. കൊല്ലുന്നവനറിയില്ല എന്തിനാണ് ഞാൻ ഇയാളെ കൊല്ലുന്നതെന്ന്. കൊല ചെയ്യപ്പെടുന്ന ആൾക്കറിയില്ല എന്തിന് ഞാൻ കൊല്ലപ്പെട്ടുവെന്ന്. അന്ത്യദൂതർ അന്ത്യനാളിൻ്റെ അടയാളമായി നമുക്ക് വിവരിച്ചു തന്നതാണിത്. മനുഷ്യൻ മൃഗതുല്യനോ മൃഗത്തേക്കാൾ അധമനോ ആകുന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് നാം ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. മതിരിക്കുന്ന 1000 സങ്കല്പങ്ങളുമായി ജീവിതത്തിലേക്ക് കയറി വന്ന സഹധർമ്മിണിയെ നിഷ്കരുണം കൊല ചെയ്യുന്ന കാട്ടാള വർഗം വിവരിക്കുന്ന ഈ രാജ്യത്ത് നിയമം നോക്കുകുത്തിയാവുന്നതിൻ്റെ പരിണിത ഫലങ്ങളാണെന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ നടന്ന കൊലപാതകം മനുഷ്യ മനസാക്ഷിയെ അമ്പരപ്പിക്കുന്നതായിരുന്നു. കേവലം 4 മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ കൺമുമ്പിൽ വെച്ച് സ്വന്തം ഭാര്യയെ ഷോൾ കൊണ്ട് കഴുത്ത് തിരിച്ചു കൊന്ന കരുണ പറ്റിയ ഒരു മനുഷ്യപിശാചിൻ്റെ ക്രൂരകൃത്യം എത്ര ഭയാനകമായിരുന്നു. സന്ധ്യ മയങ്ങുന്നേരം ഭാര്യയും കൈകുഞ്ഞുമായി കടൽ തീരത്തെത്തി. വാക്കുതർക്കത്തിനൊടുവിൽ ആ പാവം പെൺകുട്ടിയെ ഇല്ലായ്മ ചെയ്തു. 3/4 മണിക്കൂറോളം അവളുടെ ചായത്തിരുന്ന ആ കാലൻ തൻ്റെ കൈകൊണ്ട് മണൽ മാറ്റി ഭാര്യയുടെ ഭൗതിക ജഡം അതിലടക്കം ചെയ്തു. ഏത് കൊലപാതകത്തിനും വില്ലനാവുന്നത് ലഹരിയാണ്. ഇവിടെയും സ്ഥിതി മറിച്ചായിരിക്കില്ല. ഏറെ അമ്പരപ്പുളവാക്കിയത് തിരൂർ DYSPയുടെ വാക്കുകളായിരുന്നു. മരിക്കാനെന്ന വ്യാജേന പരപ്പരങ്ങാട് റെയിൽവേ ട്രാക്കിലെത്തിയ കാബാലികനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലീസ് ഓഫീസർ, നീ മരിച്ചാൽ നിന്റെ കുഞ്ഞ് അനാഥമാവില്ലേ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തോട് പുച്ഛമാണ് തോന്നിയത്. സാർ, പിഞ്ചു പൈതലിനോട് അല്പം ദയുണ്ടായിരുന്നെങ്കിൽ മുലകുടി മാറാത്ത ആ കുഞ്ഞിൻ്റെ ഉമ്മയെ അവൻ കൊന്നു തള്ളുമോ? നാളെ ഈ കുരുന്നിനെയും കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ കരുണയില്ലാത്ത ഇവൻ്റെ കരങ്ങൾക്കാവില്ലേ സാർ? അങ്ങനെ പക്ഷേ ഇവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനായിരിക്കാം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. പക്ഷേ ക്രിമിനലുകൾക്ക് വളക്കൂറുള്ള മണ്ണാണിതെന്ന സത്യം സൗകര്യപൂർവ്വം അങ്ങ് വിസ്മരിക്കുന്നു. ഇവിടെ ജയിൽ എന്നത് സുഖവാസ കേന്ദ്രമാണ് സാർ. വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകി ക്രിമിനലുകളെ തീറ്റിപ്പോറ്റുന്ന അഴുകിയ നിയമം മാറാത്ത കാലമത്രയും കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കും. പണമുണ്ടെങ്കിൽ ജാമ്യവും പുറത്തിറങ്ങലുമെല്ലാം പ്രയാസരഹിതമാണിവിടെ. നീതിയുടെ കണിക പോലും ഇവിടെ മന്യമാണ്. വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നോക്കൂ. തെറ്റ് ചെയ്ത് സ്വന്തം മകൾ ഫാത്തിമയാണെങ്കിൽ പോലും നിയമം നടപ്പിലാക്കുമെന്ന പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം എത്ര ന്യായമാണ്. കൊന്നവനെ പകരം കൊല്ലണമെന്ന ഇസ്ലാം മതത്തിൻ്റെ നിയമത്തെ കരിനിയമമായി വ്യാഖ്യാനിക്കുന്നു ഇവിടെ ധാരാളമുണ്ട്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിൽ കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം സാറിന് അറിയുമല്ലോ. വിട്ടുവീഴ്ചയില്ലാത്ത നിയമ സംവിധാനങ്ങളിൽ അകാരണമായി ഒരാളെ കൊന്നവൻ ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും കൊന്നവനെ പോലെയാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ക്രിമിനൽ പാശ്ചാത്തലമുള്ളവർ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. അത്തരം ക്രിമിനലുകളെ അവർ തെരഞ്ഞെടുത്ത അതേ രീതിയിൽ കൊലപ്പെടുത്തുകയാണ് പരിഹാരം. ഇത്തരം ശിക്ഷാമുറകൾ പരസ്യമായി നടപ്പാക്കാൻ കഴിയാത്ത കാലമത്രയും ഇവിടെ കൊല ചെയ്യപ്പെടുന്ന ഫാത്തിമാരുടെയും അൽമമാരുടെയും എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആർക്കും ആരെയും വിശ്വസിക്കാനാവാത്ത കാലം വരും. അതാവട്ടെ അന്ത്യനാളിൻ്റെ മറ്റൊരു അടയാളവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.